എല്ലാ കൂട്ടുകാർക്കും PSC മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് ശനിയാഴ്ച നടന്ന, അതായത് 8/2/24 നടന്ന CPOയുടെ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷനാണ്. CPOയുടെ കട്ട് ഓഫ് എന്തായാലും ഒരു 30 to 35 റേഞ്ചിൽ തന്നെയായിരിക്കും. ഒരുപാട് കാരണങ്ങളുണ്ട്. ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. GK പാർട്ട് അത്യാവശ്യം നല്ല ടഫായിരുന്നു, നല്ല ടൈറ്റായിരുന്നു GK പാർട്ട്. പിന്നെ ആ GKയിൽ തന്നെ 2-3 ക്വസ്റ്റ്യൻസ് നല്ല സിമ്പിളായിരുന്നു. ആ സിമ്പിളായ ക്വസ്റ്റ്യന് അതിൽ ആൻസർ അവർ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആകെ നമുക്കൊരു ഒരു റിലീഫ് കിട്ടിയ ഭാഗം എന്ന് പറയുന്നത് മലയാളം മാത്രമായിരുന്നു. മലയാളത്തിൽ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അതുപോലെ തന്നെ ഇംഗ്ലീഷും വലിയ കുഴപ്പിച്ചില്ലെന്ന് തോന്നുന്നു. സ്പെഷ്യൽ ടോപ്പിക് ആയാലും മാത്സ് ആയാലും GK ആയാലും അത്യാവശ്യം നല്ല പാടായിരുന്നു. ഈ നമുക്ക് GKയിൽ അത്യാവശ്യം എല്ലാവർക്കും നല്ല നെഗറ്റീവ് വന്നിട്ടുണ്ടാകും. നമ്മുടെ ഈ മലയാളത്തിനും ഇംഗ്ലീഷിനും അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിനൊക്കെ കുറച്ച് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മാർക്കൊക്കെ ഏത് വഴി പോയിട്ടുണ്ടാവും? നമ്മുടെ GK പാർട്ടിലെ നെഗറ്റീവ് വഴി പോയിട്ടുണ്ടാകും. കാരണം എന്താ, GK പാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കുറേ കൺഫ്യൂസിങ് ഫാക്ടർ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, കട്ട് ഓഫ് കുറയാൻ കാരണം ഇതൊരു ഫിസിക്കൽ ടെസ്റ്റുള്ള എക്സാമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ലിസ്റ്റിൽ കുറേ പേരെ ഉൾപ്പെടുത്തും. അതുമാത്രമല്ല, എക്സാം എഴുതിയ കുറേ ആൾക്കാർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ ലിസ്റ്റിൽ, അതായത് ഇപ്പോൾ അഡ്വൈസ് പോയിക്കൊണ്ടിരിക്കുന്ന കുറേ ലിസ്റ്റിലുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കുറേ എക്സാം വരാനുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ഈ ശനിയാഴ്ച നടന്ന CPOയുടെ കട്ട് ഓഫ് ഒരിക്കലും ഒരു 35 റേഞ്ചിൽ കൂടാൻ തീരെ ചാൻസ് ഇല്ല എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ കമൻറ്റ് ആയിട്ട് പറയുമെന്ന് വിചാരിക്കുന്നു. അതൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.